ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് എത്തി സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ജാനകി പറയാണ്, ഉടനെ ആ മഹേഷിനെ കമ്മീഷണറോട് പറഞ്ഞ് എൻകൗണ്ടർ ചെയ്ത് അവിടെ ജയിലടക്കാൻ വേണ്ടി പറയൂ. ഇങ്ങനെ ഒരു കൊലപാതകി ജീവനോടെ ഇരിക്കാനേ പാടില്ല. വാസുവും പറയാണ്, അപ്പോൾ ജാനകി, ആ ആക്സിഡൻറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു ഏട്ടാ? വാസു പറയാണ്, അളിയ വാ അളിയ, നമുക്ക് ഇപ്പം തന്നെ ആ പോലീസ് കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനിയും ആ മഹേഷിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും അവൻ ചെയ്യും. ആ സമയം ചന്ദ്രികയും അച്ഛനോട് പറയാണ്, അച്ഛാ, എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛാ. ആ മഹേഷ് കാരണം സിദ്ധു സാറിനോ മലറിനോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ എന്നോടല്ലേ ദേഷ്യം, അതിന് എന്നെ കൊന്നാൽ പോലും കുഴപ്പമില്ല. മഹേന്ദ്ര സാർ അത് കേട്ടിട്ട് പറയാണ്, ഏയ് ചന്ദ്രിക, എന്നാൽ സിദ്ധു സാറിനെയും മലറിനെയും അയാൾ ഒന്നും ചെയ്യാൻ പാടില്ല. നോക്കുമോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ കമ്മീഷണറോട് പറഞ്ഞ് ഉടനെ ആ മഹേഷിനെ പിടിക്കാൻ പറയാം. ലക്ഷ്മി, ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ശരിയേട്ടാ. ചന്ദ്രികയെ, വാ സിദ്ധു. മലർ, മോളും വാ. സിദ്ധുവും ചന്ദ്രികയും മലരും പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് അകത്തേക്ക് പോവാം. വാസു പറയാണ്, ജാനകി, ഞങ്ങൾ പോയിട്ട് വരാം. ആ ശരിയേട്ടാ. വാ അളിയ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘയും മനോഹർ അമ്മാവനും. അതേസമയം മേഘയുടെ സഹോദരനും അതേപോലെ തന്നെ ചന്ദ്രനച്ഛനും ചേർന്ന് നല്ല ഒരു ചുവന്ന വണ്ടി കഴുകുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഒരു വീടും ഉണ്ട്. എന്നിട്ട് മനോഹരൻ അമ്മാവൻ മേഘയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയാണ്, വാ മോളെ, ഇവിടെ നിൽക്ക് നീ. അത് കണ്ടോ? അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് കാറ് നന്നായിട്ട് കഴുകുകയാണ്. മേഘ അത്ഭുതത്തോടെ നോക്കുകയാണ്. അതിനുശേഷം അവരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ മേഘ, പുതിയ വീട്, പുതിയ കാറ്. അച്ഛനും മോനും ഏത് നിലയിലാണ് ജീവിക്കുന്നതെന്ന് നീ ഇപ്പോൾ കണ്ടോ? നീ ഈ നടുറോട്ടിൽ വന്ന് നിൽക്കുന്നു. ഇവരാണെങ്കിൽ രാജകീയമായ ജീവിതം ജീവിക്കുന്നു. മേഘയും മനോഹരനും അവർക്ക് അരികിലെത്തി. എന്നിട്ട് അവർ രണ്ടുപേരും ശ്രദ്ധിക്കാതെ വണ്ടി കഴുകുകയാണ്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ ആക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നത്. മേഘ, വാ മോളെ, വീട്ടിലേക്ക് പോകാം. വെറുതെ അഭിനയിക്കല്ലേ അച്ഛാ. കയ്യിൽ 1000 രൂപ പോലും എടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട്. ഈ കാറ് എങ്ങനെയാണ് വാങ്ങിച്ചത്? മനോഹരൻ പറയാണ്, എന്താ മേഘ ചോദിച്ചത് കേട്ടില്ലേ? അതിന് മറുപടി പറയേ. 8 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങിക്കാൻ കാശുണ്ട്. സ്വന്തം മകൾക്ക് 1000 രൂപ ക്യാഷ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു അല്പം പോലും നന്ദി എന്നോട് കാണിച്ചില്ലല്ലോ. ആർക്ക് നന്ദിയില്ലെന്നാ പറഞ്ഞേ? നിനക്കായില്ലാത്തത്. ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തേ? ഞാനല്ലേ നിങ്ങൾക്ക് പുതിയ ഫ്ലാറ്റ് വാങ്ങി തന്നത്. മറന്നുപോയോ? മനോഹരനും പറയാണ്, വാങ്ങി തന്നു. എന്നിട്ട് ആ ഫ്ലാറ്റ് വിറ്റ് അതിൻ്റെ ക്യാഷ് നീ തന്നെയല്ലേ എടുത്തത്. നോക്ക്, നീ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നത് അത് മാത്രം. അതും വിറ്റിട്ട് ഞങ്ങളെ നടുറോട്ടിലാക്കിയില്ലേ നീ. നിനക്ക് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കാനുള്ള യാതൊരു അർഹതയും ഇല്ല. ഞാൻ തന്നെ അധ്വാനിച്ച് സമ്പാദിച്ച് വാങ്ങിച്ച കാറാ. അവൾ ചോദിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ അത് കേട്ട് മനോഹരൻ പറയാണ്, എടാ, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വാങ്ങിച്ചത് എന്ന് പറയുന്നോ? അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കേട്ടില്ലേ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചെന്ന്. ഹലോ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ആവശ്യമില്ലാതെ താൻ തലയിട്ടാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് കേട്ട് മേഘ, എടാ നിർത്തടാ. അമ്മാവൻ ചോദിച്ചതിൽ എന്താടാ തെറ്റുള്ളത്? നീ അങ്ങ് അധ്വാനിച്ച് സമ്പാദിച്ചതുപോലും. എൻ്റെ ബുദ്ധി കുരുട്ട് ബുദ്ധിയല്ലേടാ. ഇങ്ങോട്ട് നോക്ക്, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? സത്യം പറഞ്ഞപ്പോൾ നിനക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ കാറിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചവനല്ലേ? കുറേ കള്ളന്മാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം എനിക്ക് വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് എടുത്തവനല്ലേടാ നീ? മനോഹരനും പറയാണ്, എന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് നീ എന്താടാ ചെയ്തത്? നോക്ക്, ആ ക്യാഷ് എൻ്റെ കയ്യിലില്ല. അത് മുഴുവൻ അവന്മാർ കൊണ്ടുപോയി. കള്ളം പറയല്ലേ നീ? എന്നെ പറ്റിച്ച ക്യാഷ് കൊണ്ടല്ലേ നീ ഈ വീട് വാങ്ങിയത്? ആരെ പറ്റിച്ചാണോ ഈ കാറ് വാങ്ങിയത്? നിനക്കെവിടെ നിന്നാടാ കാറ് വാങ്ങാൻ 8 ലക്ഷം രൂപ? അപ്പോൾ മേഘ വീണ്ടും ചോദിക്കുകയാണ്, എവിടുന്നാ ഈ പണം മോഷ്ടിച്ചത്? മര്യാദയ്ക്ക് പറഞ്ഞോ.
ദേഷ്യം വന്ന് അടക്കാനാവാതെ നിൽക്കുകയാണ്. അച്ഛാ, ചേച്ചിയാണെന്ന് പോലും ഞാൻ നോക്കില്ല. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. മോളെ, നിങ്ങൾ നിൽക്ക്, മര്യാദയ്ക്ക് സംസാരിക്ക്. അധ്വാനിച്ച് സമ്പാദിച്ച ക്യാഷില ഈ കാറ് വാങ്ങിച്ചത്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നീയാണ് അധ്വാനിച്ച് സമ്പാദിക്കുന്നത്. ഉറപ്പായും എന്തോ കള്ളത്തരം കാണിച്ച് ആ പണത്തിലാണ് ഈ കാർ വാങ്ങിയിരിക്കുന്നത്. ചാ, എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഇവരോട് മിണ്ടാതെ ഇവിടുന്ന് പോകാൻ പറ. നടക്കുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും. മേഘ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, എടാ, നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്ത് ചെയ്യും എന്ന് പറ. ഞാൻ മോളെ പുറത്ത് നിന്ന് വഴക്കുണ്ടാക്കുന്നേ. മോനെ, നീ മിണ്ടാതിരിക്കേ, വാ മോളെ, വീട്ടിൻ്റെ അകത്തേക്ക് പോയിരുന്ന് സംസാരിക്കാം. അച്ഛാ, ഇവരെ വീട്ടിലേക്കൊന്നും വിളിക്കണ്ട. ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ വന്നതൊന്നുമല്ല. മര്യാദയ്ക്ക് എന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് തിരിച്ചു തരാൻ നോക്ക്. നോക്ക്, ഞാൻ പറയാം, 5 പൈസ ഞാൻ തരില്ല. പിന്നെ ആരാണോ പറ്റിച്ചത് അവരോട് പോയി ചോദിക്ക്. അവരെ കൂട്ടിക്കൊണ്ട് വന്നത് നീയല്ലേടാ? നിങ്ങളെല്ലാവരും കൂട്ടുപ്രതികളല്ലേ? മര്യാദയ്ക്ക് എന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് നീ എണ്ണി വെച്ചിട്ട് പോ. അച്ഛാ, ഇതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. വാ, വീട്ടിലേക്ക് പോകാം. ഹരം പറയാണ്, എടാ, ഇത്രയെങ്കിലും മര്യാദയുണ്ടെങ്കിൽ മേഘയെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ നോക്ക്. എങ്കിൽ കളി മാറും, പറഞ്ഞേക്കാം. അതിന് നിങ്ങളാരാ? വായടച്ച് മിണ്ടാതെ പോടോ. മോനെ. അപ്പോൾ അവൻ വീണ്ടും പറയാണ്, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. താനെന്താ വലിയ ആളായിപ്പോയോ? മകനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് വായും പൊട്ടി നിൽക്കുകയാണോ? നിങ്ങളുടെ സ്വന്തം മകളെ ഒരു ഗതിയുമില്ലാതെ തെരുവിലിറങ്ങി നിൽക്കുക. നിങ്ങളും മകനും കൂടി മേഘയെ നന്നായിട്ട് പറ്റിച്ചിട്ട് അവളുടെ ക്യാഷും കൊണ്ട് കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങി സുഖിച്ചങ്ങ് ജീവിക്കുകയാണല്ലേ? ഡോ, ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? ഇത്രയും അഹങ്കാരം കാണിക്കുന്നതിന് നീയും നിൻ്റെ മകനും അനുഭവിച്ചേ ഒടുങ്ങൂ. ഡോ, ആരെ നോക്കി എന്താ പറയുന്നേ? എന്നോടൊക്കെ കൈകൊണ്ട മറുപടി പറയേണ്ടത്. അപ്പം മനോഹരൻ, എൻ്റെ ദേഹത്ത് കൈവെക്കുമോ നീ? നിൻ്റെ കാരണം ഞാൻ പുകയ്ക്കും. ഓടോ, എന്തോടോ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവൻ അമ്മാവൻ്റെ ഷർട്ടിൽ പിടിച്ചു. രണ്ടുപേരും അങ്ങനെ അടിയിലേക്ക് പോവുകയാണ്. ഒക്കെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഏയ് അമ്മാവാ, അമ്മാവാ. അപ്പോൾ അവൻ മനോഹരൻ പറയാണ്, നീ അത്രയ്ക്കായടാ, വിട് എടാ, അമ്മാവനെ വിട്. ചന്ദ്രന് പിടിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അടുത്ത് പോകുന്നില്ല. വിഷയത്തോടെ തള്ളുകയാണ് അമ്മാവൻ. അപ്പോൾ അവൻ അച്ഛൻ്റെ കയ്യിലേക്ക് പോയി വീണു. എടാ, നീ ഒന്ന് അടങ്ങ്. അപ്പോൾ മേഘ, എടാ, നീ എന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതാ ഈ വീടും കാറും. എത്രയും വേഗം ഈ വീട് വിറ്റ് എൻ്റെ ക്യാഷ് തിരിച്ചതാ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്ക്, 10 പൈസ പോലും നിനക്ക് ഞാൻ തരാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യ്, പോ. അവൻ അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോയി. അവൾ ദേഷ്യത്തോടെ അച്ഛനെ നോക്കുകയാണ്. അച്ഛാ, എന്നെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് മര്യാദയ്ക്ക് തിരിച്ചു തരാൻ പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. മേഘ. അപ്പം മേഘ, അമ്മാവാ വന്നേ, പോകാം. പിന്നെ മനോഹരൻ ചന്ദ്രനോട് പറയാണ്, താനൊക്കെ മനുഷ്യനാണോ? പിന്നെ ചന്ദ്രിക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് എങ്ങോട്ടോ പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ബെഡിൽ കിടക്കുന്ന സാധനം എന്തോ എടുക്കാനായി കുനിഞ്ഞപ്പോഴാണ് അവൾക്ക് നടുവിന് നല്ല വേദന തോന്നിയത്. അവൾ വേദന സഹിക്കാനാവാതെ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് അവിടെ ബെഡിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മലർ അവിടെ എത്തിയത്. അമ്മേ, അമ്മേ, എന്ത് പറ്റി അമ്മേ? അമ്മയ്ക്ക് നടു ഉളുക്കിയെന്ന് തോന്നുന്നത്. അയ്യോ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ അമ്മേ? ഇല്ലടാ, ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും എഴുന്നേൽക്കാണ്. ചന്ദ്രിക വീണ്ടും അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഓ അമ്മേ എന്ന് പറഞ്ഞ് ചന്ദ്രിക വിഷമിച്ച് കരയാണ്. അപ്പം മലർ അടുത്ത് എന്ന് പറയാണ്, അമ്മേ, അമ്മേ, എന്ത് പറ്റി അമ്മേ? അയ്യോ, വേദന കൂടുകയാണല്ലോ അമ്മേ. അമ്മേ, എന്ത് പറ്റി അമ്മേ? ഒന്നുമില്ലടാ, അന്ന് കാറ് ആക്സിഡൻ്റ് ആയില്ലേ, അതിനുശേഷം നടുവിനൊരു വേദന. എന്താണെന്നറിയില്ലടാ, ഇപ്പോൾ ഉളുക്കിയതുപോലുള്ള വേദനയാണ്. അയ്യോ മലർ, നീ പോയി മുത്തശ്ശിയെ ഒന്ന് കൂട്ടിയിട്ട് വന്നേ. ശരി അമ്മേ. മുത്തശ്ശിയും മഹേന്ദ്രൻ സാറും ജാനകിയും വാസുവൊക്കെ സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓടിപ്പോയിട്ട് മലർ പറയാണ്, മുത്തശ്ശി, മുത്തശ്ശി. എന്താ മലർ, എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? അമ്മയ്ക്ക് ഇടുപ്പിന് ഉളുക്കി വീണു. മുത്തശ്ശിയെ വിളിക്കാൻ പറഞ്ഞു. എന്താ നീ പറയുന്നേ? വാ പോകാം. ഞാനും വരാം ചേച്ചി. വാ ജാനകി. ചന്ദ്രികെ, എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മേ, അന്ന് കാർ ആക്സിഡൻറ്റിന് ശേഷം നടുവിനൊരു നല്ല വേദന. ഇനിയിപ്പോൾ കുനിഞ്ഞ് നിവർന്നപ്പോൾ ഉളുക്കിയതുപോലെ തോന്നുക. വേദനയ്ക്കുള്ള തൈലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? ചൂട് പിടിച്ച് നോക്കിയാലോ? വേണ്ട അമ്മേ. നടുവിന് കുറച്ച് തൈലം ഇട്ട് തരുവാണെങ്കിൽ അതങ്ങ് ശരിയായിക്കോളും.
ശരി, നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി തൈലം എടുത്തിട്ട് വരാം. ആ, ജാനകി പറയാ, ദേ ചേച്ചി അപ്പുറത്ത് ഇരിപ്പുണ്ട്. ചന്ദ്രിക എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, മോളെ പതുക്കെ നോക്കിയിട്ട്. ആ അമ്മേ വയ്യ, കുറച്ച് വേദന സഹിക്കും മോളെ, ഈ മരുന്ന് തേക്കട്ടെ. അമ്മേ, ഓ, ആ, എന്താ ചന്ദ്രിക, നല്ല വേദനയുണ്ടോ? അമ്മായി, ആക്സിഡൻ്റായ അപ്പത്തൊട്ടിട്ട് തന്നെ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പരമദ്രോഹി ബ്രേക്കിൻ്റെ വയറും കട്ട് ചെയ്ത് ഇവളെ ഈ അവസ്ഥയിൽ ആക്കിക്കളഞ്ഞല്ലോ. അയ്യോ അമ്മേ, ആ വേദനിക്കുന്നു. ഇതിലും വലുത് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് സമാധാനിച്ചാൽ മതി ജാനകി. വലിയ അപകടം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു? ആ മഹേഷിനെ പിടിച്ച് ജയിലിലിട്ടാലേ സമാധാനമായിട്ട് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ദിവസവും ഇങ്ങനെ ചത്ത് ജീവിക്കേണ്ടി വരും. ചന്ദ്രിക മെല്ലെ തിരിയാൻ നോക്കാണ്. പതുക്കെ പതുക്കെ മോളെ. അമ്മേ മതി അമ്മേ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, അപ്പോൾ ശരിയാവും. ശരി, കുറച്ചു നേരം കഴിഞ്ഞ് വേദന കുറയുന്നുണ്ടോ എന്ന് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം. ശരി അമ്മേ. ജാനകി മനസ്സിനെന്തോ വിഷമം പോലെ. നമുക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ പോയി ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു അർച്ചന ചെയ്തിട്ട് വരാം. ശരി ചേച്ചി, ഞാനും വിചാരിച്ചു. എന്നാൽ വൈകണ്ട, നമുക്ക് ഇപ്പം തന്നെ പോകാം. ശരി, ഞാനും മുത്തശ്ശിയുടെ കൂടെ വരാം. ശരി മോളെ. ശരി മോളെ, പോകാം. ചന്ദ്രികെ, നീ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് സിദ്ധു ഓടി വന്നിട്ട് വിളിക്കുകയാണ്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അമ്മ, ആൻറ്റി. എല്ലായിടത്തും ഓടി നടന്ന് അന്വേഷിക്കുകയാണ്, ആരെയും കാണുന്നില്ല. എന്തു പറ്റി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ? മേ, മലർ. അവൻ അവിടെ നിന്ന് പറയാണ്, ഷെടാ, ഇവരൊക്കെ എവിടെ പോയി? ബസ്സിൽ പോയി നോക്കാം, എവിടെ പോയോ എന്തോ. ചന്ദ്രികെ, ആ എന്ന് പറഞ്ഞ് ചന്ദ്രിക എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ചന്ദ്രികയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഏയ്, എന്തു പറ്റി? ചന്ദ്രികെ, എന്താ പറ്റിയ പറയ്. ഒന്നുമില്ല സാർ, പേടിക്കണ്ട. കാർ ആക്സിഡൻറ്റിന് ശേഷം നടുവിനൊരു വേദനയാണ്. എന്താ ചന്ദ്രിക ഇപ്പോഴാണോ പറയുന്നത്? എന്താ ഇത് നേരത്തെ നീ പറയാതിരുന്നത്? വാ, നമുക്ക് ഡോക്ടറെ പോയി കാണാം, വാ. വേണ്ട സാർ, ഇപ്പം അമ്മ തൈലം ഇട്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എന്താ ചന്ദ്രിക ഇത്? പരിക്ക് പറ്റിയിരിക്കുകയല്ലേ, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. വാ, ഹോസ്പിറ്റലിലേക്ക് പോകാം, വാ. പറയുന്നത് കേൾക്കാം അങ്ങോട്ട്. ഇല്ല സാർ, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, നന്നായി റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും. ശരി, എന്നാൽ നല്ലപോലെ റെസ്റ്റ് എടുക്കുക ചന്ദ്രിക. സാർ, എനിക്ക് വിശക്കുന്നുണ്ട്. അവരൊക്കെ അമ്പലത്തിലേക്ക് പോയിരിക്കുക. അടുക്കളയിൽ നിന്ന് എനിക്ക് കുറച്ച് ഭക്ഷണം എടുത്തു തരുമോ സാർ? എന്താ ചന്ദ്രിക ഇങ്ങനെ പറയുന്നത്? ഞാനിത് ഇപ്പം എടുത്തുകൊണ്ട് വരാം. സിദ്ധു അടുക്കളയിൽ പോയി ഭക്ഷണവും വെള്ളവും എടുത്തു വന്നു. ചന്ദ്രികെ, ഇങ്ങ് തന്നോളൂ സാർ, ഞാൻ കഴിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ വാരിത്തരാം. ഇല്ല സാർ, ഇങ്ങ് തന്നെ ഞാൻ കഴിച്ചോളാം. ഇല്ല, ഒന്നും തരില്ല, പറയുന്നത് കേട്ടാൽ മതി, വാ തുറക്ക്. സിദ്ധു തന്നെ ചന്ദ്രികയ്ക്ക് വാരി കൊടുക്കുകയാണ്. സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത്. സിദ്ധു ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് ചന്ദ്രിക കരയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്തിനാണ് ഇപ്പോൾ കരയുന്നേ? ഒന്നുമില്ല സാർ. ഇപ്പോൾ നല്ല വേദനയുണ്ടോ? ദേഹത്ത് വന്ന വേദനയൊക്കെ സഹിക്കാം സാർ. ആ മനസ്സിലുള്ള വേദന സഹിക്കാൻ പറ്റാത്ത മഹേഷ് കാരണം എൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾ ഒരുപാടുണ്ട് സാർ. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് ഇടയ്ക്ക് എൻ്റെ കണ്ണ് അറിയാതെ നനഞ്ഞു പോകുന്നത്. ചന്ദ്രികയുടെ വാക്ക് കേട്ട് സിദ്ധു ടെൻഷനോടെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക സിദ്ധാർത്ഥിനോട് പറയാണ്, ആ മഹേഷിന് എന്നെ കൊല്ലണം എന്നുണ്ട്. എന്നെ മാത്രമല്ല, എന്നെയും മലറിനെയും സാറിനെയും കൊല്ലും അവൻ. എന്നെ മറികടന്ന് അവന് നിൻ്റെ ശ്വാസത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ടിരിക്കും ചന്ദ്രികയെ. പിന്നെ സിദ്ധു ചിന്തിക്കുകയാണ്, ചന്ദ്രികയുടെ കല്യാണ ദിവസം ചന്ദ്രിക അടിപൊളിയായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന ആ സീൻ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.